ഞാനിപ്പോൾ പറയാണ് ഐ ആം ആൻ അണ്ടർ റേറ്റഡ് ആക്ട്രസ്. ഞങ്ങളും അറിയില്ല എന്നെ യൂസ് ചെയ്തിട്ടുള്ള സിനിമ ഇൻഡസ്ട്രി അതങ്ങനെ ആയതാണോ അതിപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ ഞാനൊരു അണ്ടർ റേറ്റഡ് ആക്ടർ ആയത് വൈ? നല്ലൊരു അഭിപ്രായം ഭയങ്കരമായിട്ട് പറഞ്ഞതാണ് ജോഷി സാറും. അത് ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമാണോ പറഞ്ഞത്? എനിക്ക് ക്ലാപ്സ് ഉണ്ടായ സീൻസ് ഉണ്ടായിരുന്നു, പക്ഷെ സിനിമയിലില്ല. ഡിഫറെന്റ് ആയിട്ടാണ് ആ ഒരു ക്യാരക്ടറിനെ പ്ലേസ് ചെയ്തേക്കുന്നത്. ഇപ്പൊ ഞാനെന്നല്ല, ആ ഒരു ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യുന്ന വേറെ ഏത് നന്നായിട്ട് ചെയ്യുന്ന ഒരു ആക്ടർ ആണെന്നുണ്ടെങ്കിലും കുന്നുമേൽ ശാന്ത വേറെ ലെവലിൽ നിൽക്കും. തീർച്ചയായിട്ടും. കാരണം ആ എഴുത്തിന്റെ ശക്തിയും ഡയറക്ഷന്റെ ഒരു രീതിയും കൂടെ അഭിനയിക്കുന്നവരുടെ ഒരു വൈബും ഒക്കെയാണ് ആ കഥാപാത്രങ്ങളെ നിർത്തുന്നത്. ആ പടത്തിൽ ആ പാട്ട് പാടി പൂമുഖവാതിക്കൽ സ്നേഹം വിടത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. എന്റെ പൊന്നെ, അന്ന് ഭയങ്കര കയ്യടിയായിരുന്നു ലൊക്കേഷനിൽ. അത് കഴിഞ്ഞിട്ട് ദിലീപേട്ടന് ഒരു രക്ഷയില്ലായിരുന്നു. ദിലീപേട്ടൻ സജഷൻ ചിരി 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 എനിക്ക് മൂത്തൊക്കെ ഒരുപാട് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു. എന്നാലും അത് പറയാതിരിക്കാൻ വയ്യ. ദിലീപേട്ടൻ്റെ കൂടെ ആ പടത്തിൽ ആ പാട്ട് പാടി പൂമുഖവാതിക്കൽ, ശരിക്ക് ആ പാട്ട് പാടുമ്പോൾ നമ്മൾ ചിന്തിച്ചത് ഈ ദിലീപേട്ടൻ അതിൽ ചിരിച്ചു എന്നുള്ളത് കാര്യമൊക്കെ മാമിൻ്റെ ഇന്റർവ്യൂ കൂടി നമ്മൾ കണ്ടത്. പക്ഷെ ഞങ്ങളോട് ഇതെന്ത് പാട്ട്, ഒരാള് ചിലപ്പോൾ നമ്മൾ വീട്ടിൽ ആരും ഇല്ലാത്തപ്പോൾ വെറുതെ ഒക്കെ ഒരു പാട്ടൊക്കെ പാടിക്കളയും. ആലോചിക്കുന്നത് ഇത്രയും ക്രൂ അവിടെ ഉണ്ടാവും. ആക്ച്വലി ആ ഒരു പെർട്ടിക്കുലർ സംഭവം ഇങ്ങനെ നെയിൽ പോളിഷ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും നമ്മൾ സാധാരണ ചെയ്യുമല്ലോ മൂളിപ്പാട്ടുകൾ. അപ്പൊ ഇവരെന്ന് പറഞ്ഞാൽ കുറച്ച് മന്ദബുദ്ധിയായിട്ടുള്ള ഒരു ടീമാണ്. എന്ന് വെച്ചാൽ പഠിത്തവും ഇല്ല, ഇവരില്ല, ഏത് നേരം മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, മേക്കപ്പ് ആയിട്ട് നടക്കും. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ചേട്ടൻ ബിബിൻ ചേട്ടൻ പറഞ്ഞു, സോണ എന്തെങ്കിലും ഒന്ന് മൂളിക്കുക, അല്ലെങ്കിൽ ഒരു ആ പാട്ടാ പൂമുഖവാതിക്കൽ ഒരു 2 ലൈൻ അങ്ങോട്ട് സോണയുടെ. അപ്പം ഞാൻ പാടും. അപ്പം ഞാൻ നല്ല രീതിയിൽ ദാസേട്ടനെ പിടിക്കുകയാണ്. ഇങ്ങനെ ഭയങ്കര സംഭവത്തിലൊക്കെ, അയ്യോ ഇതല്ല ഇത്, ഈ പൊട്ടിക്കളി ഇങ്ങനെയല്ല പാടുന്നത്, പൊട്ടക്കാളി എങ്ങനെ പാടുന്നു അത് ആലോചിച്ചിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എനിക്ക് നല്ല രാഗം തന്നെ വരുന്നു പാടുമ്പോഴേ, പക്ഷേ അത് പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയപ്പോ എന്റെ പൊന്നെ അന്ന് ഭയങ്കര കയ്യടിയായിരുന്നു ലൊക്കേഷൻ. അത് കഴിഞ്ഞിട്ട് ദിലീപേട്ടന് ഒരു രക്ഷയില്ലായിരുന്നു. ദിലീപേട്ടൻ സജഷൻ ചിരി 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 എനിക്ക് മൂത്തൊക്കെ ഇങ്ങനെ നിൽക്കാണ്. സജഷൻ ദിലീപേട്ടന്റെ സജഷൻ ഷോട്ടായിരുന്നു. അതെ, അങ്ങനെയൊക്കെ. എനിക്ക് പിന്നെ അഭിനയം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരെത്ര ചുറ്റിന് നിൽക്കുന്ന അതില്ല കേട്ടോ. ആ ഒരു സ്റ്റേജ് ഫിയർനെസ്, ഒരു കോൺഷ്യസ് ഇത്രയും പേരൊന്നും അതില്ല. അത് പണ്ടും ഇല്ല ഇപ്പോഴും ഇല്ല. ആൾക്കാർ എനിക്ക് ഇത് ആൾക്കാർ കൈയടി കിട്ടണം, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും കരിയർ ബെസ്റ്റ് ക്യാരക്ടർ ഏതാണ്? നെയ്ത്തുകാരനിലെ അതിന് സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു. അതായിരുന്നു ഏറ്റവും എൻ്റെ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ്. അത് വെച്ചാൽ അധികം ഒന്നുമില്ല പടത്തിലുടനീളം ഉണ്ടെങ്കിലും അധികം ഈ പറയുന്ന പോലെ ഒരുപാട് ഡയലോഗ്സോ കാര്യങ്ങളൊന്നുമല്ല. ഭയങ്കര സെറ്റിലായിട്ട് ചെയ്യാൻ പറ്റുന്ന ചില സാധനങ്ങളുണ്ട്. അത് നമുക്ക് എപ്പോഴും കിട്ടില്ല. അത് നെയ്ത്തുകാരിലുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു ക്യാരക്ടർ ഇത് ഈ മൂവി കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇത് ഇറങ്ങുന്നതിന് മുമ്പ് വരെ ആ ഗ്യാപ്പിലൊക്കെ ആ ഒരു ക്യാരക്ടർ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. സിനിമ കഴിഞ്ഞിട്ടും കുറേ നാളത് ഇങ്ങനെ അതിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യും ആ കഥാപാത്രങ്ങൾ. അപ്പമേശ്രീ ആയിട്ട് ചെയ്ത മുരളി സാറിൻ്റെ അഭിനയ മുഹൂർത്തങ്ങൾ, ലൊക്കേഷൻ, അപ്പമേശ്രീ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, അച്ഛൻ്റെ ആ അച്ഛൻ, മരുമകൾ, ഇതെല്ലാം ശരിക്കും ഉള്ള ആൾക്കാരാണ്. തീർച്ചയായും. അപ്പം ഭയങ്കര ലിവിങ് ആയിട്ടുള്ള ആൾക്കാരും കൂടെ ആയതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടേഴ്സ് ഇങ്ങനെ കേൾക്കൊണ്ടേയിരിക്കുമായിരുന്നു, ആ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടും സിനിമ എന്താ പറയുക, സിനിമയ്ക്ക് അവാർഡ്സ്, പ്രിയനന്ദൻ സ്റ്റേറ്റ് അവാർഡ്, ഞാൻ സ്റ്റേറ്റ് അവാർഡ്, മുരളി സാറിന് നാഷണൽ അവാർഡ്. അപ്പോൾ പിന്നെ കുറേ നാളത്തേക്ക് ആ ഹോണ്ടിങ് എഗെയിൻ കയറി. ഒന്ന് മാറി ഇങ്ങനെ വന്നതും പിന്നെ അവാർഡ് സമ്മാനിച്ചത് മുതൽ
പിന്നെയും ആ സിനിമ ഇങ്ങനെ അപ്പോൾ കുറേ സ്ഥലങ്ങളിൽ റൈറ്റപ്പ് കൊടുക്കുന്നു, കുറേ സ്ഥലങ്ങളിൽ സംഭവങ്ങൾ ചെയ്യുന്നു. അപ്പോൾ പിന്നെ എഗെയിൻ ആ സിനിമകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ആ സിനിമ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അതിലും അതുമായി ബന്ധപ്പെട്ട് അത് ആദ്യമായിട്ട് കാണുമ്പോഴാണെങ്കിലും അവാർഡുകൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ആ ഓരോ മൊമെന്റും നമുക്ക് സ്പെഷ്യൽ ആയിരുന്നു എല്ലാം. കാരണം അതൊരു വലിയൊരു ഭാഗ്യം തന്നെയല്ല, അങ്ങനെ ഒരു ക്രൂവിലും അതേപോലുള്ള ലെജൻസിലും. സിമ്പിൾ ആയിട്ടുള്ള ഒരു പടമായിരുന്നു, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ, ഭയങ്കര ലോ 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 ബഡ്ജറ്റ് പടം. ആ പടത്തിനാണ് പിന്നെ നമുക്ക് ഇത്രയും അവാർഡ്സുകൾ. അതിന് ഏതൊക്കെയോ പ്രശസ്തരായ പലരും കുപ്പത്തൊട്ടിയിലെ മാണിക്കെന്നാണ് അതിനെ വിശേഷിപ്പിച്ചിരുന്നത്. തീർച്ചയായിട്ടും. പിന്നെ പലയിടങ്ങളിലും കുറച്ച് ഈ പാർട്ടി സംബന്ധമായിട്ടുള്ള പടമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എന്താ പറയാ, കമ്മ്യൂണിസ്റ്റ് ഏരിയയിലൊക്കെ ഉള്ള സ്ഥലങ്ങളിലെല്ലാം നമുക്ക് അഭിവാദ്യങ്ങൾ. അന്നത്തെ സമയമാണെന്ന് ആലോചിക്കണേ, അതായത് 2001 ആ ടൈമാണ്. ഡിജിറ്റൽ യുഗത്തേക്ക് ആൾക്കാർ കടന്നു തുടങ്ങിയ ഒരു കാലഘട്ടം. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, സിനിമ ഇങ്ങനെ സിനിമയായിട്ട് കണ്ട് കുടുംബ ചിത്രങ്ങളെ ആസ്വദിച്ച് ആർട്ടിസ്റ്റുകളെയൊക്കെ അത്ര എന്താ പറയുക ബഹുമാനിച്ച് ആരാധിച്ച് നിൽക്കുന്ന ഇടങ്ങൾ ആ ഇയേഴ്സാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴല്ല. ഇപ്പം നമുക്കത് നെയ്ത്തുകാരൻ ഇപ്പൊ അതിനകത്ത് എത്രത്തോളം സാധ്യത. പല സ്ഥലങ്ങളിലും അത് പ്രൈവറ്റ് ആയിട്ട് പ്രദർശിപ്പിക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു, പല സ്ഥലങ്ങളിലും ഇലക്ഷൻ ടൈമിലൊക്കെ. പക്ഷെ ഇപ്പോഴും ആ സിനിമ ടിവിയിൽ വന്നാലും ഒക്കെ ആൾക്കാർ ഇതിനോട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ചില ഒരു സോർട്ട് ഓഫ് കാറ്റഗറി ഉണ്ട് സിനിമകൾക്ക്. അത്തരം കാറ്റഗറൈസ് ചെയ്ത് കാണുന്ന കുറേ പ്രേക്ഷകരുണ്ട് നമുക്ക്. എല്ലാ അടിച്ചുപൊളി സിനിമകൾ മാത്രം കാണുന്ന ആൾക്കാരല്ല നമ്മുടെ സൊസൈറ്റി. തീർച്ചയായും ഇത്തരം അക്കാഡമിക് വർക്കുകളൊക്കെ ഒരുപാട് കാണുന്ന വ്യക്തികളുണ്ട്. അവരൊക്കെ കമന്റ് ചെയ്യുന്ന അത് ഭയങ്കരമായിട്ട് എഴുതിയിരുന്നു. ആ പടത്തിന് മൊത്തം അഭിപ്രായങ്ങളാ, അല്ലാതെ കൊള്ളാം നല്ലതെന്നല്ല. കൃഷ്ണമൂർത്തി സാറ് നെയ്ത്തുകാരൻ്റെ പ്രിവ്യൂ കണ്ടിട്ട് സൂര്യകൃഷ്ണമൂർത്തി സാർ എനിക്കൊരു വലിയൊരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്തു. എനിക്ക് വെരി ഫസ്റ്റ് കൃഷ്ണമൂർത്തി സാർ അന്നേ സൂര്യ അറിയാലോ, സൂര്യ മഹോത്സവ്, സൂര്യ ഉത്സവം എന്നൊക്കെ പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് നടക്കുന്ന 3 മാസത്തെ കെങ്കേമ അതിൻ്റെ മെയിൻ ആളാണ് എനിക്ക് തരുന്നത്. പുള്ളി എന്തൊക്കെ അത് ഭയങ്കര സംഭവമായിട്ടാണ് കാവ്യാത്മകമായി എൻ്റെ അഭിനയത്തിൻ്റെയും അഭിനയ മുഹൂർത്തങ്ങളെ പറ്റിയൊക്കെ എഴുതിയത്. അതൊക്കെ അതിനുശേഷമാണ് അവാർഡൊക്കെ വരുന്നത്. തീർച്ചയായും. അപ്പം എനിക്ക് തോന്നുന്നു നെയ്ത്തുകാരൻ്റെ ഫസ്റ്റ് അവാർഡ് സൂര്യകൃഷ്ണമൂർത്തി സാറിൻ്റെ ആ ഒരു ലെറ്ററാണ്. എനിക്ക് മേ ബി ലൈക്ക് ഞാൻ വായിക്കുമ്പോൾ അതെ അങ്ങനെയുള്ള കുറേ നല്ല സംഭവങ്ങളുണ്ട് ശ്രീകാന്ത്. ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ചിലതൊക്കെ നല്ല നല്ല വർക്കുകൾ, ചിലത് ടിവിയിലേക്ക് മീൻസ് സ്ക്രീനിലേക്ക് വരില്ല, തിയേറ്ററിലേക്ക് എത്തത്തില്ല. പണം പ്രൊഡക്ഷൻ്റെ ഒരു ഇതുകൊണ്ടാവാം തിയേറ്ററിൽ റിലീസിങ്ങിൻ്റെ ഒരു ലെവലിലേക്ക് വരില്ല ചിലപ്പോൾ. അത്ര നല്ല കുറേ നല്ല പടങ്ങൾ നമ്മൾ ചെയ്ത് വെച്ച് റിലീസ് ആവാതെയും പോയിട്ടുണ്ട്. കുറേ നല്ല അക്കാഡമിക് മൂവീസ് ഫെസ്റ്റിവൽസ് ലെവലിലേക്ക് മാത്രം പോയിട്ടുണ്ട് ഒരുപാട്. ആളുകൾ കാണണം ആഗ്രഹിക്കുന്ന അരുമ്പാറ എന്ന് പറയുന്ന ഒരു മൂവി, മരണസിംഹാസനം ചെയ്ത മുരളി, അദ്ദേഹത്തിന് അവിടുത്തെ വെളിനാട്ടിലെ ഓസ്കാർ മാതിരിയുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ് ഈ അരുമ്പാറ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ചെയ്തത്. നെടുമുടി വേണുവെങ്കിലും ഞാനും ആണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഇന്നസെന്റും ഞാനും ഡോക്ടർ ഇന്നസെന്റ് ആണെന്ന് പറഞ്ഞത്. അതും വേറൊരു ടൈപ്പ് ഓഫ് പടമാണ്. ആ പടങ്ങളൊക്കെ റിലീസ് ചെയ്ത സമയത്ത് പടം കുറച്ച് നാൾ പോയി എന്നല്ലാണ്ട് ഇത് ടി വിയിൽ വരുമ്പോൾ ഈ ജനങ്ങൾ കണ്ടിട്ട് തന്നെ എത്ര പേരെന്നറിയാമോ, ഇതൊക്കെ സ്റ്റേറ്റ് അവാർഡിനൊക്കെ പോകാൻ പറ്റുന്നായിരുന്നു സോണിയുടെ. ഇത് എന്തുകൊണ്ട് അത് പോയില്ല, എന്തുകൊണ്ട് വന്നില്ല? നമുക്ക് എല്ലാം ചെയ്യുന്നത് നമുക്ക് എല്ലാം കിട്ടണമെന്ന് വാശി പിടിക്കുന്നത് തെറ്റാണ്. അർഹത അതിനൊക്കെ വർക്കുകൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ചില വർക്കുകൾ ചെയ്യുമ്പോൾ ഇത് റെക്കഗ്നേഷൻ എന്തായാലും ഉണ്ടാവും എന്ന് തോന്നുന്ന വർക്കുകളുണ്ട്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരുപാട് ലെജൻസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള അതിലേതെങ്കിലും ഒരാൾ തരുന്ന വാക്കുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. ചിലപ്പോൾ നമ്മൾ ഇതുപോലെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ എന്നോട് പലരും പറയുന്നുണ്ട്, എടാ നീ നന്നായി ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വാക്കല്ല, എനിക്കൊരു അവാർഡ് തന്നെയാണ്. അതൊരു ഇപ്പോൾ ഒരുപാട് ലെജൻസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ലേ, ആരാണ് മുമ്പിൽ എന്താ പറയുക മാഡത്തിന് മുമ്പിൽ നിന്നിട്ട് പറഞ്ഞത് നല്ലൊരു അഭിപ്രായം ഭയങ്കരമായിട്ട് പറഞ്ഞതാണ്? ജോഷി സാറ്, സാറിന്, അടൂർ ഗോപാലകൃഷ്ണൻ സാറ്, 4 പെണ്ണുങ്ങൾ. നമ്മുടെ ജോഷി സാറ് നരന്റെ സെറ്റിൽ വെച്ച് അത് ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമാണോ പറഞ്ഞത്? എനിക്ക് ക്ലാപ്സ് ഉണ്ടായ സീൻസ് ഉണ്ടായിരുന്നു. സാറ് തന്നെ
അടിച്ചിട്ട് ബാക്കി ദ ഹോൾ യൂണിറ്റ് ഏറ്റെടുത്ത സീനുകളൊക്കെ ഉണ്ട് അതിനകത്ത്. അത് ഏത് മൊമെന്റ് ആണെന്ന് പറയാമോ? അതുണ്ടായിരുന്നു, പക്ഷെ സിനിമയിലില്ല. ഇല്ല. ഇപ്പോഴും നമുക്കൊക്കെ ഒരു അതിശയമായിട്ട് തോന്നുന്നത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ് ആ ഒരു ക്യാരക്ടറിനെ പ്ലേസ് ചെയ്തേക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ലാലേട്ടനും അപ്പം നിങ്ങളായിട്ടൊരു കണക്ഷൻ ഉണ്ട്, എന്തൊരു ബന്ധമുണ്ടെന്നാണ്. പക്ഷെ പിന്നീട് എന്നാൽ പല അകത്തെങ്കിലും കയറി കിടക്കടാന്ന് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ലാലേട്ടൻ ആ ഒരു നാടിനെ കാക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് കാവൽ കിടക്കണം, ആരും വടിതെറ്റിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അത് അങ്ങനെ ഒരു നല്ലൊരു എഴുത്തായിരുന്നു അത്. ശരിക്കും നല്ല എഴുത്തായിരുന്നു അത് ഓക്കെ. അതിപ്പോൾ ഞാനെന്നല്ല, ആ ഒരു ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യുന്ന വേറെ ഏത് നന്നായിട്ട് ചെയ്യുന്ന ഒരു ആക്ടർ ആണെന്നുണ്ടെങ്കിലും കുന്നുമേൽ ശാന്ത വേറെ ലെവലിൽ നിൽക്കും. തീർച്ചയായിട്ടും. കാരണം ആ എഴുത്തിന്റെ ശക്തിയും ഡയറക്ഷന്റെ ഒരു രീതിയും കൂടെ അഭിനയിക്കുന്നവരുടെ ഒരു വൈബും ഒക്കെയാണ് ആ കഥാപാത്രങ്ങളെ നിർത്തുന്നത്, കഥാപാത്രത്തെ നിർത്തിയത്. ഇപ്പം എന്തായാലും ഇപ്പോൾ സിനിമകളും ഇതെല്ലാം കഴിയും. ഇപ്പം നമ്മൾ സീരിയലിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് സീരിയലുകൾ ചെയ്തു വന്നേക്കുന്നത്, ഒരുപാട്. എന്താ വെച്ചാൽ സീരിയൽ മാത്രം എന്താ പറയുക, സ്നേഹിക്കുക മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഈവനിങ്ങൾ തള്ളി നീക്കപ്പെടുന്ന ഒരുപാട് വീട്ടമ്മമാരും നമ്മുടെ അച്ഛന്മാരും എല്ലാവരും ഉണ്ട്. ആ ഒരു കാലഘട്ടത്തിലാണ് എന്തൊക്കെ മാറിയെന്ന് പറഞ്ഞാലും. അപ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര പരിചിതയായിട്ടുള്ള ഒരാളാണ് സോന എന്തായിരുന്നു പറഞ്ഞത്. ആ സീരിയലിലേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ രണ്ടും ഒരേപോലെ കൊണ്ടുപോകുന്നുണ്ട്. സീരിയലിലേക്ക് വന്നപ്പോൾ ലൈഫിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? ലൈഫിന് ഇങ്ങനെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആളുകളുടെ ഈ പ്രൊഫഷൻ ഏറ്റെടുത്ത 95-ലാണ് ഞാൻ എൻ്റെ ഈ പ്രൊഫഷൻ ഏറ്റെടുക്കുന്നത്. അന്ന് മുതൽ ഈ 2025 അറൗണ്ട് ഒരു 35 ഇയേഴ്സോ അത്രയാണ്. ഇത്രയും വർഷത്തിൽ എൻ്റെ ലൈഫിന് മാറ്റം എന്ന് പറയുന്നത് ഒരു 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 നടിയെ ആൾക്കാർക്ക് അറിയപ്പെട്ടു, കുറേ പേർക്ക് അറിയപ്പെട്ടു, മലയാളികൾ അറിയപ്പെട്ടു. ഇതുമാണ് എൻ്റെ ലൈഫിൽ വന്ന മാറ്റം എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഭാഗ്യം. അതെ, അതോ ഒരു ടൈമിലുള്ള ഒരു തീരുമാനത്തിൽ നിന്നാണ് ഇതിലേക്ക് എത്തിയേക്കുന്നത്. അതിൻ്റെ തീരുമാനത്തിൽ മാക്സിമം എന്നെ ബാക്ക് സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. അദ്ദേഹം ക്യാമറമാനാണ്, സിനിമാറ്റോഗ്രാഫർ ഉദയൻ അമ്പാടി. അദ്ദേഹം ഉള്ളത് കൊണ്ടാണ്, അദ്ദേഹത്തിന് ഒരു പക്ഷേ കല്യാണം കഴിച്ചുകൊണ്ടായിരിക്കാം മേ ബി ഞാൻ ഇപ്പോഴും നിങ്ങളുടെ ഈ ഒരു സ്പോട്ടിൽ ഞാനിവിടെ ഇരിക്കുന്നതെന്നും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഓരോ ദിവസവും നമ്മൾക്ക് എന്താ പറയുക, ഭഗവാൻ ഓരോ ദിവസവും അഡീഷണൽ ആയിട്ടുള്ള ഒരു തരുന്നത്, ഓരോ ദിവസവും കഴിയുന്നത് ഭഗവാന്റെ ഒരു ഇതാണ്. അതേമാതിരി തന്നെ ഈ വർക്കിലും ഇൻഡസ്ട്രിയിലും എന്നെ ഓരോ ദിവസവും ആൾക്കാർ അറിയപ്പെടുന്നതും ഹസ്ബൻഡിന്റെ ഫുൾ സപ്പോർട്ടോടുകൂടിയാണ്. അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. ലൈഫിൽ ഭാഗ്യങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുള്ള ഒരാളാണ്, ഒരുപാട്. അതേപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും സമയം കണ്ടെത്തുന്നുണ്ട്. കുറേ നോക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ സീരിയൽ ഷൂട്ടിൻ്റെ ബ്രേക്കിൻ്റെ ടൈമിൽ മൊബൈലിൽ ആക്റ്റീവാണ്, റീല് പരിപാടികൾ ഇതൊക്കെ. ഇത് തന്നെയാണോ ആഗ്രഹം, ഇഷ്ടം ഇത് തന്നെയാണോ എപ്പോഴും ഇങ്ങനെ പ്രസന്റ് ആയിട്ട് നിൽക്കുക? ഇഷ്ടം എപ്പോഴും ഇങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ട് പോകുന്നിടത്തോളം ആക്റ്റീവായിട്ട് നിൽക്കുക, ഒരു സമയം പോലും ചിലവാക്കാതെ. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും, അപ്പം ഫ്രീ ടൈം ചിലപ്പോൾ അത് ചെയ്യും. ഒരുപാട് സിനിമകൾ കാണും, പല ജോണേഴ്സ് ഓഫ് മൂവീസാണ് കാണുന്നത്, അത് കാണും. പിന്നെ വീട്ടിലിങ്ങനെ സിനിമകളെ പറ്റിയൊക്കെ ഡിസ്കഷൻസ് നിറയെ ഉണ്ടാവും. കൂടുതൽ അതായിരുന്നു സിനിമ കണ്ടിട്ട് അതിൻ്റെ, കാരണം ടെക്നീഷ്യൻ ഉണ്ട്, ആക്ടറും ഉണ്ട്, അപ്പം ഞങ്ങൾ തമ്മിലുള്ള ഇതാണ്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ എപ്പോഴും എനിക്കിങ്ങനെ ഐഡിയലായിട്ട് ഇരിക്കുന്നത് എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. ആകെ കൂടെ ഒരു കോവിഡ് സമയത്താണ് എൻ്റെ വീട്ടിൽ ഞാൻ എന്ന് വെച്ചാൽ അത് കുറേ വായന, പിന്നെ കുക്കിംഗ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു, ഇതൊക്കെ ചെയ്തുവെങ്കിലും അപ്പോൾ പോലും ഐഡിയലായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴും തമിഴ്നാട്ടിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് എനിക്കൊരു വർക്കിന് വിളിച്ചപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ലോക്ക്ഡൗൺ, ഫുള്ളി ലോക്ക്ഡൗൺ കേരളം ഇൻഡസ്ട്രി മൊത്തം. പക്ഷെ ഞാൻ അവിടെ പോയി വർക്ക് ചെയ്തു. അവിടെ പലരും മരിച്ചോണ്ടിരിക്കുക കോവിഡ് വന്ന്, മനസ്സിലായില്ലേ? പക്ഷേ ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, എനിക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റില്ല. ചിലരൊക്കെ പറഞ്ഞ മരിക്കുമ്പോൾ അരങ്ങില് മരിച്ചു അങ്ങനെയൊക്കെയുള്ള. ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞിട്ടാ പോയത്, അവിടെ അരങ്ങില് മരിച്ചു, ക്യാമറയുടെ ഫ്രണ്ടിൽ മരിച്ചു വീണു. അതിന്റെയൊക്കെ ഒരു റിപ്പോർട്ട് എപ്പോൾ വാർത്തയിൽ, മലയാളം വാർത്തയിൽ ഇവിടെ കേൾക്കും. അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റില്ല. കാരണം ഒരു മാസം എങ്ങനെയോ തള്ളി നീക്കി, രണ്ടാമത്തെ മാസം നീക്കി, എനിക്ക് കോവിഡും വരുന്നില്ല. കോവിഡ് വന്നാൽ അതിന്റെ പേരിലെങ്കിലും കിടന്നു വരാം. അത്രയും പ്രൊട്ടക്ഷനാണ് വീട്ടിനകത്ത്, വെളിയിലെല്ലാം. പക്ഷെ അതും വരുന്നില്ല. തമിഴ്നാട്ടിലെ ജനങ്ങൾ മൊത്തവും മരിച്ച് എൻ്റെ കണക്കുകളൊന്നും വെളിയിൽ വന്നിട്ടില്ല. ഇവിടെ കൃത്യമായ കണക്കുകൾ കൊടുത്തിട്ടില്ല. അവിടെ പക്ഷെ അതില്ല.
തീർച്ചയായിട്ടും. എന്നിട്ട് ആ മാസ്ക് പോലും വെക്കാത്ത ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ പോയിന്ന് വർക്ക് ചെയ്തത്. അവിടെ പോയിട്ട് എനിക്ക് കോവിഡ് വന്നില്ല. എന്നിട്ട് വന്നോ എപ്പോഴെങ്കിലും? 2 പ്രാവശ്യം വന്നു. വാക്സിനേഷൻ ഒക്കെ എടുത്തതിന് ശേഷം. അത് എനിക്ക് മാത്രമായിരിക്കും ലോകത്ത് വാക്സിനേഷൻ എടുത്തതിന് ശേഷം അങ്ങനെ കോവിഡ് വന്ന ഒരു വ്യക്തിയാണ്. ഇത്രയും ക്രൂഷ്യലായിട്ട് നിൽക്കുന്ന ഒരു ഏരിയയിൽ പലയിടത്തിലും ഞാൻ മാസ്ക് ഇല്ലാതെ വർക്ക് ചെയ്തിട്ടും എനിക്ക് വന്നില്ല. പക്ഷെ ഞാൻ ബാക്കിയെല്ലാം വൃത്തിയായിരുന്നു, ഭയങ്കരമായിട്ട് നോക്കുമായിരുന്നു. ഈ പറഞ്ഞു വന്നത് ഈ ഇത്രയും നമ്മൾ ടൈറ്റായിട്ട് എപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിട്ട് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് മരണം ഫ്രണ്ടിൽ നിന്ന് കണ്ടുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഫ്ലൈറ്റ് കയറിയത്. എല്ലാവരും ടെൻഷൻ അടിച്ച് നടക്കുന്ന ഒരു കാലഘട്ടം. ഹസ്ബൻഡ് ഇങ്ങനെ മാറി മാറി വിളിക്കുമായിരുന്നു, ചുമയുണ്ടോ? ഹസ്ബൻഡ് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യായിരുന്നു, നീ ഒന്ന് നേരെ നന്നായിട്ടൊന്ന് സംസാരിച്ചേ, ടേസ്റ്റ് ഉണ്ടോ, ഫുഡ് ഭയങ്കര ശ്രദ്ധിച്ചോളണം, അവിടെ ഇതാണ്, ഏത് നേരം മാസ്ക് ഇട്ടോളണം. അങ്ങനെയൊക്കെ എപ്പോഴും വിളിച്ച് പിന്നെ അത് തന്നെ യൂസ്ഡായി. ഞാൻ ഒരു കുഴപ്പമില്ല, ഇവിടെ ആരും ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. കംപ്ലീറ്റ് മഞ്ഞ, കറികൾക്കൊക്കെ മഞ്ഞ, അവിടെ അതൊക്കെയാണ് വിശ്വാസം. മഞ്ഞളൊക്കെ കൂടുതൽ കൂട്ടിയിട്ടിട്ട് പ്രതിരോധ സംവിധാനം. അത്തരം ഒരു ഇമ്മ്യൂണൽ സിസ്റ്റം ഭയങ്കര ഹെവിയാണ്. ബിക്കോസ് അവിടെ നിറയെ വെയിൽ കൊള്ളുന്നു, നിറയെ വെളിയിൽ വർക്ക് ചെയ്യുന്നു. നമ്മളല്ലേ ഇവിടെ അങ്ങനെ അങ്ങ്. തീർച്ചയായിട്ടും മാം, ഒരു കാര്യം കൊണ്ട് ഇത് മാമിനോടൊക്കെ ചോദിക്കാൻ പറ്റുന്നുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രിയുടെ എല്ലാ തലങ്ങളും എല്ലാ കാലഘട്ടവും കവർ ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ചോദിക്കുന്നതാണ്, ഇപ്പോൾ നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരുപാട് നടന്മാരെ സമ്മാനിച്ചൊരു ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ ഇൻഡസ്ട്രി. നമുക്ക് പല സ്ഥലങ്ങളിൽ നമുക്ക് അഭിമാനത്തോടെ പറയാം മലയാള സിനിമ ഞങ്ങൾക്ക് മലയാളികളാണെന്ന്. ആ സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളാണ്. മെയിനായിട്ട് പറയുന്നത് ലഹരിയാണ്. ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരു സൈഡിൽ ചർച്ച ചെയ്യപ്പെടുന്നു. നമ്മൾ ആരുടെ പേരോ ഇതൊന്നുമല്ല പറയുന്നത്. പക്ഷെ ഇങ്ങനൊരു സാധനം, ഇങ്ങനൊരു ക്യാൻസർ ഈ ഒരു ഇൻഡസ്ട്രീനെ ബാധിച്ചിട്ടുണ്ട്. ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം ഉപയോഗിക്കുന്ന കാലഘട്ടം ഉണ്ട്. ഇതൊന്നും സിനിമേനെ ബാധിച്ചിട്ടോ സിനിമാക്കാർക്കോ കൂടെയുള്ളവർക്കോ ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. പക്ഷെ ഇങ്ങനെ ആവുന്നത് എന്തുകൊണ്ടാണ്? അത് അവനവൻ തന്നെയാണ് അതിനെ ഇതാക്കേണ്ടത്. ഇങ്ങനെ ആകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഇപ്പം എനിക്ക് നശിക്കണമെന്ന് എനിക്ക് തോന്നലുണ്ടായാൽ നിങ്ങൾ എന്നെ ഉപദേശിക്കേണ്ട കാര്യമില്ല, ഞാൻ നശിക്കും. തീർച്ചയായും അതാണ് അതിൻ്റെ ഒരു ഉത്തരം. പക്ഷെ അത് ബാധിക്കുന്നത് അതാണ്. അപ്പം നശിക്കാതിരിക്കാൻ നമ്മൾ നോക്കണം. നമുക്കൊരു ഉത്തരവാദിത്തം ഉണ്ട്. നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി മൊത്തം, ഒരു കമ്മ്യൂണിറ്റി എന്നല്ല, നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ആരാധിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റിലും ഉണ്ട്. നമ്മളെപ്പോഴും അവർക്കൊക്കെ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര നമ്മളിങ്ങനെ പറയത്തില്ല, ഒരാളെ നമുക്ക് ഭയങ്കരമായിട്ട് ഇംപ്രസ് ചെയ്ത് അവരെയൊക്കെ അങ്ങനെയുള്ള ഒരു ഇംപ്രസീവായിട്ട് നിൽക്കേണ്ട ആൾക്കാരാണ് പ്രത്യേകിച്ച് ആക്ടേഴ്സ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പം അവിടെ സൊസൈറ്റി നമ്മളെ മാനിച്ചേ പറ്റുള്ളൂ. ഈ സൊസൈറ്റിക്കകത്ത് അടങ്ങിയതാണ് ഞാനും. അപ്പം ഞാൻ നശിക്കണമെന്ന് എനിക്ക് സ്വയം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ മറ്റുള്ളവരെ അത് ബാധകമാകാതെ ഞാൻ ഒഴിഞ്ഞു പോവുക, എവിടെയെങ്കിലും മാറിയിരുന്ന് സ്വയം നശിച്ച് അങ്ങ് പോവുക എന്നുള്ളതാണ്. ഇത് സൊസൈറ്റിക്ക് ഒരു ക്യാൻസറിങ് ഒരു ക്യാൻസർ ഫീൽ കൊടുക്കരുത്. കാർന്ന് തിന്ന് എല്ലാവരും നശിക്കുന്ന ഒരു രീതിയിലേക്ക് ആവരുത്. എനിക്ക് നശിക്കണോ, നീ മാറുക. അത് ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവുക. നമ്മൾ മാത്രമല്ല നമ്മുടെ ചുറ്റിലും ഉള്ള ഇതുമായി ബന്ധപ്പെട്ട എത്ര പേരാ ഇതിനകത്ത് ജീവിക്കുന്നത്, ഈ ഇൻഡസ്ട്രിക്കകത്ത് എത്ര പേര്. ഗവൺമെന്റിന് തന്നെ എത്രത്തോളം എമൗണ്ട് ആണ് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പം മൊത്തത്തിൽ ഇവിടെ നിലനിർത്തുന്നതും ഒക്കെ ഈ ഒരു എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി തന്നെയാണ്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് വൺ ഓഫ് ദ മെയിൻ എമൗണ്ട് ഗ്രാബ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി തന്നെയാണ് അല്ലേ. പല ഇൻഡസ്ട്രീസിൽ നോക്കുമ്പോഴും സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എത്ര പേർക്ക് ആഹാരം, എത്ര പേർക്ക് പൈസ, എത്ര പേരെ എൻ്റർടൈൻ ചെയ്യുന്നത്. നമ്മൾ എന്ത് ടാക്സ് കൊടുത്താലും എങ്ങനെയൊക്കെ ആയാലും നമ്മൾ എൻ്റർടൈനിങ് എന്ന് പറഞ്ഞാൽ ലൈഫിൽ വേണ്ടേ. എന്തും കരഞ്ഞും ഫുഡും കഴിച്ചുമൊക്കെ ഇരുന്നാൽ മതിയോ? ചിരിക്കണം, സന്തോഷിക്കണം. മറ്റുള്ളവരുടെ ടെക്നിക്കൽ എഫിഷ്യൻസിയെ നമ്മൾ പുകഴ്ത്തണം. ഇത് എങ്ങനെയെന്ന് നമ്മളെ ബ്രെയിന് ചിന്തിപ്പിക്കണം. ഒരു സ്ക്രീനിൽ സാധനങ്ങൾ വരുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ്, ഇത് എന്താണ് എന്നൊക്കെ ഉള്ളത് ഒരു ടെക്നിക്കാലിറ്റീസിലേക്കൊക്കെ നമ്മളെ ആ ഒരു ബ്രെയിനൊക്കെ എവിടെ നമ്മളെ വർക്ക് ചെയ്യുന്നത്. എൻ്റെയൊക്കെ ഒരു പോയിന്റ് പോലും വർക്ക് ചെയ്യുന്നില്ല. എത്രയോ വർക്ക് ചെയ്യേണ്ട സാധനമാണ് ഭഗവാൻ തന്നിട്ടുള്ളത്. ഒരു പോയിന്റ് പോലും നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നില്ല. വർക്ക് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, അവരൊക്കെ വേറെ ലെവലാണ്.
അവരെയൊന്നും നമുക്കൊന്നും കമ്പയർ ചെയ്യാൻ കൂടി പറ്റത്തില്ല. നമ്മളെന്താണ് ഒരു റീൽ ചെയ്യുന്നത്, ഒരു ആഫ്റ്റർ ഓൾ ഒരു ക്യാരക്ടർ ചെയ്യുന്നതാണോ നമ്മുടെ ബ്രെയിൻ വർക്ക്? ഇതിനെയൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കണം എന്തെങ്കിലും. അതെ. അങ്ങനെയുള്ളൊരു അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് പേർക്ക് അന്നം തരുന്നൊരു ഇൻഡസ്ട്രിയാണ്. നമ്മൾ ഒരുപാട് പ്രശസ്തിയിലേക്ക് എത്തിച്ചേരുന്ന ഇൻഡസ്ട്രി. നമ്മളൊരു വീടിന് നമ്മൾ ഒരു പാരയാവാത്ത പോലെ നമുക്ക് എന്തെങ്കിലും തോന്നി നമ്മളൊന്ന് ഒഴിഞ്ഞു മാറിപ്പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. തീർച്ചയായിട്ടും. കാരണം ഇത് സേ നോ ടു ഡ്രഗ്സ്, അത് വളരെ വ്യക്തമായിട്ട് അത് കുട്ടികൾക്കും എല്ലാ സ്ഥലത്തും അവർക്ക് അതിൻ്റെ ഒരു ഇത് കൊടുക്കേണ്ട അവയർനെസ് കൊടുക്കേണ്ടതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. അതൊക്കെ കടന്നു കഴിഞ്ഞു. അതൊക്കെ എത്രയോ നാൾക്ക് മുന്നേ ക്ലാസ്സിൽ അതൊരു എല്ലാ പീരീഡ്സിലും എല്ലാ ടീച്ചേഴ്സും വന്ന് കുട്ടികൾക്ക് പീരീഡ്സ് അവരുടെ പീരീഡ്സ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് ഈ ഡ്രഗ്സിനെ പറ്റിയും അതിൻ്റെ ഉപയോഗ ദൂഷ്യവശങ്ങളെ പറ്റിയൊക്കെ കുട്ടികൾക്ക് ഇപ്പോഴുള്ള കുഞ്ഞുങ്ങളാണ് ഇതിനകത്ത് കൂടുതലും പെട്ടുപോകുന്നത്. അപ്പം അവരെ നിന്ന് നമ്മൾ മാറ്റി വന്നു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ബെറ്റർ ആകുമെന്ന് വിചാരിക്കുന്നു. നമുക്കെല്ലാം വിചാരിക്കാനേ പറ്റുള്ളൂ. ഇതെല്ലാം നന്നാവണമെങ്കിൽ അവനവൻ നന്നാവണം, അല്ലേ? അല്ലാതെ ഒരു അവനവൻ നന്നാവാതെ ഒരു വീട് എങ്ങനെ നന്നാവും? ആ വീട് നന്നാവാതെ തൊട്ടടുത്ത അയൽക്കൂട്ടങ്ങൾ എങ്ങനെ നന്നാവും? ആ അയൽക്കൂട്ടങ്ങൾ നന്നാവാതെ എങ്ങനെയാണ് അതിൻ്റെ ചുറ്റിലും പഞ്ചായത്ത് എങ്ങനെ നന്നാവും? ഇത് അങ്ങനെ പോവുകയാണ്. സോ എല്ലാവരും ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാം ഡിപ്പെൻഡീവ് ആയിട്ട് നിൽക്കുന്നവരാണ്. എല്ലാവരും ഡിപ്പെൻഡിങ് പേഴ്സണാലിറ്റീസ് ആണ്. എനിക്ക് ഒറ്റയ്ക്കൊന്നും ഞാൻ വളർന്നിട്ടില്ല. ഒറ്റയ്ക്കൊന്നും ഇത് കെട്ടി വന്നവനല്ല ഞാൻ. മനസ്സിലായില്ല? നമ്മളൊക്കെ എങ്ങനെയാണ് എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് വന്നതാണ് ഒന്നുമല്ല. എനിക്കൊരു ചാൻസ് ഇല്ലാതെ വേറൊരു വ്യക്തിയുടെ ഒരു അനുകമ്പ ഇല്ലാതെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് വഴിവെട്ടി വരും? എനിക്ക് പറ്റില്ല. സോ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഇൻ ദിസ് യൂണിവേഴ്സ് ആർ ഡിപ്പെൻഡിങ് കംപ്ലീറ്റ്ലി. ഒന്നല്ലെങ്കിൽ വേറൊരു ലെവലിൽ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. ആഹാരം ഒറ്റയ്ക്ക് എങ്ങനെ കഴിക്കും? ഫാർമേഴ്സ് അവിടെ കഷ്ടപ്പെടുന്നത്, അവർ അരി കൊണ്ടുവരുന്നു, നമ്മൾ കഴിക്കുന്നു. നമുക്ക് ഈ ലോകത്ത് നമുക്ക് പോകാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം മരണം. ഒറ്റയ്ക്ക് പൊയ്ക്കോ. ജനിക്കുമ്പോഴും ചിലപ്പോൾ ഈ പറയാൻ പറ്റില്ല ട്വിൻസോട് കൂടിയാണോ വരുന്നതെന്ന്. മരണം അത് മാത്രമാണ് ഡിപ്പെൻഡിങ് അല്ലാത്തത്. പോയേ പറ്റുള്ളൂ ഒറ്റയ്ക്ക്. ബാക്കി എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് അതാണ് എല്ലാ വിജയ ഉയർച്ചകൾക്കും നമ്മൾ അമിതമായി സന്തോഷിക്കേണ്ട കാര്യമില്ല. ഒറ്റയ്ക്ക് പടവെട്ടി വന്നതല്ല, ഒരുപാട് പേരുടെ കൈകളുണ്ട് അതിൻ്റെ പിന്നിൽ. അപ്പം അതിനെപ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ടു എർത്ത് ആയിരിക്കണം ആ സന്തോഷങ്ങൾക്കൊക്കെ. ഇപ്പം മേഡത്തിനെ പോലത്തെ എല്ലാവരും കാണും, വർത്താനം പറയും, അതുപോലെ ഇന്റർവ്യൂ ചെയ്യാനൊക്കെ ഇരിക്കുമ്പോൾ നമ്മളോട് സംസാരിക്കുന്ന രീതികൾ തന്നെ നമുക്കൊക്കെ എന്താ പറയുക, നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്ക് ഒരുപാട് നേരം സംസാരിച്ചിരിക്കാൻ തോന്നും. കാരണം ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും ആ ഒരു നല്ല എക്സ്പീരിയൻസിൻ്റെ ആ ക്വാളിറ്റി നമ്മുടെ സംസാരത്തിലും എല്ലാത്തിലും ഉണ്ടാവും. പക്ഷെ പുതിയ ആൾക്കാർക്ക് എല്ലാവർക്കും ഭയങ്കര വാശിയും ഇതെല്ലാം വരികയാണ്. എനിക്ക് തോന്നുന്നു സാഹചര്യമായിരിക്കും അതല്ല അവരുടെ. എല്ലാവർക്കും ഒരു ഈ പറഞ്ഞ മാതിരി സോക്കോൾഡ് എല്ലാ നല്ല ക്വാളിറ്റിയുള്ള ആൾക്കാരാണ്. നമ്മളിപ്പോൾ ആർട്ടിസ്റ്റുകളെ ആണല്ലോ കൂടുതൽ എക്സ്പോഷർ ഉള്ളത്. ഈ ഇൻ്റർവ്യൂസിൽ കൂടെ ഒക്കെ നമ്മൾ വെളിയിൽ കാണുന്നുണ്ട്. ഈ ആർട്ടിസ്റ്റുകളെയാണ് നമ്മൾ കാണാൻ. നമ്മൾ മറ്റുള്ള ഫീൽഡിലുള്ള ആൾക്കാരെ എടുത്തു നോക്കൂ, എല്ലാവർക്കും പോസിറ്റീവ് വൈബ്സ് ഹെവി ആയിട്ട് നിൽക്കുന്നതാണ്. ചില സാഹചര്യങ്ങൾ, പ്രഷർ എല്ലാമാണ് അവരെ പല തോട്ടിലേക്കും വഴിതെറ്റിക്കുന്നതും ജീവിതം തന്നെ മടുത്തു പോകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ ചില സാഹചര്യങ്ങൾ എത്തിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് അവരുടെ മാനസികാവസ്ഥകൾക്കൊക്കെ ഈ ഒരു ചേഞ്ച് അവസ്ഥകളൊക്കെ വരുന്നത്. തീർച്ചയായിട്ടും. അപ്പം എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, ഉള്ളത് വെച്ച് സമാധാനിക്കുക. അന്യരുടെ ഇതിൽ കയറി അന്യവർ വലിയതായിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് അത് ആഗ്രഹിക്കാതെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കർമ്മത്തിൽ മാത്രം വിശ്വസിച്ച് അത് മാത്രം നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സത്യം പറയാലോ സുഖമായിട്ട് കിടന്നുറങ്ങാം നമുക്ക്. സത്യം ഏറ്റവും ആവശ്യം ലൈഫിൽ ഞാൻ ഇപ്പോഴും പറയാണ് സമാധാനമാണ്. അതുണ്ടെങ്കിൽ ആ സന്തോഷമൊക്കെ എങ്ങനെയൊക്കെയോ വരും. അതെ, എല്ലാം നമ്മുടെ അടുത്തെത്തും. പിന്നെ മാം ഇപ്പം ലാസ്റ്റ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ആ സൂര്യ TV-യിൽ നമ്മുടെ എല്ലാവരുടെയും എന്താ പറയുക, എല്ലാവരും ഏറ്റെടുത്ത ഈ സീരിയൽ. അതിൽ പത്മ നമ്മുടെ ക്യാരക്ടർ, ഈ ക്യാരക്ടറിൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് നമ്മളായിട്ട് എന്താ പറയുക ചേർന്ന് പോകുന്നത്? സ്വയംവര പന്തലില് ഈ ഒരു സൂര്യയില് അരുൺ പിള്ള അദ്ദേഹമാണ് എൻ്റെ പ്രൊഡ്യൂസർ. ഉല്ലാസ് രാജ് എന്ന് പറയുന്നതാണ് ഡയറക്ടർ. ഒരുപാട് മറ്റ് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. ഈ ക്യാരക്ടർ കുറച്ച് ഭയങ്കര ബോൾഡ് ആൻഡ് ഹെവി ബോൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്.
ഇവരാണ് കംപ്ലീറ്റ് ബിസിനസ് കാര്യങ്ങളും എല്ലാം നടത്തുന്നതും. ഭയങ്കര വീട്, ഉദ്യോഗം, ബിസിനസ് ഇതൊക്കെയാണ്. ഫുള്ളി മണി മൈൻഡഡ് എന്ന് മാത്രമല്ല, ഇതെല്ലാം നിലനിർത്തി കൊണ്ടുപോവാൻ ഇവർക്ക് ഒരുപാട് കടമ്പകളുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് മകൻ എന്ന് പറയുന്നത്. ഒരു നിശ്ചിത ഒരു സമയത്ത് അമ്മയോട് മകന് ഒരു വിദ്വേഷം ഉണ്ടാവും. അതൊരു മിസ്കമ്മ്യൂണിക്കേഷൻ്റെയോ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെയോ പേരിലും മാത്രമാണ് ആ ഒരു ഫൈറ്റ്. അമ്മ പറയുന്നു, അമ്മ യെസ് പറഞ്ഞു, ഉടനെ മകൻ നോ പറയും. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സത്യാവസ്ഥ ഇവൻ എന്ന് അറിയുന്നുവോ അന്ന് ഇവൻ പഴയതിലേക്ക് വരും. വളരെ ഭയങ്കര സുഗമമായി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം, മകനും അമ്മയൊക്കെ വളരെ സ്നേഹത്തോട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിൽ ഓൾ ഓഫ് എ സഡൻ ഒരു സാധനം വരുന്നു. അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ മകന് അമ്മയോട് തീവ്രമായ വിദ്വേഷം. മകൻ ജീവിക്കുന്നതേ അമ്മയെ വെല്ലുവിളിക്കാൻ വേണ്ടി മാത്രം. അമ്മയും വിട്ടുകൊടുക്കില്ല. അമ്മ സ്ട്രോങ് ആണ്, കാര്യങ്ങളെല്ലാം നോക്കി നടത്തും. മകൻ ഇങ്ങനെ വളരെ കുടിയനും ഒരു അലക്ഷ്യമായി വേറൊന്നും നോക്കാതെ, ലൈഫിനെ പറ്റി ഒന്നും ഇതില്ലാതെ വളരെ താന്തോന്നിയായിട്ട് കുടിയനായിട്ട് അങ്ങനെ പോകുന്ന ഒരു അമ്മയ്ക്ക് മകനെ നിയന്ത്രിക്കാൻ പല മാർഗങ്ങളും അമ്മ ഇതിനകത്ത് കാണുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ അമ്മ കാണുമ്പോഴെല്ലാം അമ്മ അഹങ്കാരത്തിൻ്റെ ഒരു മേൽവസ്ത്രം എടുത്ത് അണിയാണ്. അതാണ് ഈ കഥാപാത്രം. അപ്പൊ അത് കാണുമ്പോൾ ഭയങ്കര അഹങ്കാരി, ദേഷ്യക്കാരി ഇതാണ്. പക്ഷെ അമ്മയ്ക്ക് പണമുണ്ട്. ആ പണത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു കുട്ടി വേണം മകന്റെ വൈഫായിട്ട് വരാൻ. പക്ഷെ അല്ല. അപ്പൊ അതിനോടുണ്ടാവുന്ന ഒരു ദേഷ്യം, ആ ദേഷ്യത്തില് പല ദേഷ്യങ്ങളുടെ പേരിൽ പത്മയ്ക്ക് അനാവശ്യമായ വർത്തമാനങ്ങൾ വരുന്നുണ്ട്. ധാർഷ്ട്യതയുടെ, അതൊരു ധാർഷ്ട്യതയുള്ളൊരു സ്ത്രീ അല്ല അത്. ആക്ച്വലി സാഹചര്യവും അങ്ങനത്തെ ഒരു അവസ്ഥകളിലേക്ക് ആ സ്ത്രീ വന്ന് വീഴുന്നതാണ്. അവിടെ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇതാണ്. ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റീവാണ് ഇത് കാണാൻ. പൊതുവേ ഈ അമ്മായിയമ്മ മരുമോള് ഒരു സംഭവം ആൾക്കാർക്ക് പൊതുവേ ഇഷ്ടമാണ്. എല്ലാ സീരിയൽസിലും നമ്മൾ നോക്കുമ്പോൾ ഈ സോക്കോൾഡ് സാധനം കയറി വരും. പക്ഷെ ഇന്നും നമ്മൾ പറയും ഇങ്ങനെയൊക്കെ ഉണ്ടോ, നടക്കുന്നുണ്ടോ? നമ്മൾ സീരിയൽ അങ്ങനെ മാറ്റി വയ്ക്കുക. ലൈഫിലുള്ള യഥാർത്ഥത്തിലുള്ള ന്യൂസും പത്രങ്ങളിൽ വായിക്കുന്നതും ഒക്കെ കണ്ടാൽ സീരിയലിൽ നമ്മൾ ചെയ്യുന്നതും ഒന്നുമല്ല. അപ്പുറമാണ് എവിടെയൊക്കെയോ നടക്കുന്നത്. അതൊക്കെയാണ് ന്യൂസിലൊക്കെ നമ്മൾ ഡെയിലി കാണുന്നത്. ഈ സാധനങ്ങളൊന്നും അല്ല നമ്മൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ എഴുതാൻ പറ്റില്ല, അഭിനയിക്കാനും പറ്റില്ല. കാരണം അത്ര തീവ്രതയുള്ള കൊടും ക്രൂരതയുള്ള സാധനങ്ങളാണ് വെളിയിൽ വരുന്നത്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ഒരു ജസ്റ്റ് ഒരു എന്നാലും ഒരു കൗതുകം, എന്നാലും ഒരു അമ്മായിയമ്മ പോര്, ആൾക്കാർക്ക് അതൊക്കെ ഇഷ്ടമാണ്. എപ്പോഴും ഈ നെഗറ്റീവ് കാണുന്നത് ഇഷ്ടമല്ല. ഇപ്പൊ കുറച്ച് സോക്കോൾഡ് ഒരു യങ് യൂത്ത് പിള്ളേർക്ക് റൊമാൻസ് ആയിട്ടുള്ള വർക്കുകൾ കാണും. ഹീറോയിനെ എങ്ങനെ റൊമാൻറ്റിക്കലി കൊണ്ടുവരും അങ്ങനെ കമന്റ്സ് ആണ്. എങ്ങനെയെങ്കിലും കൊണ്ടുവരും, കെട്ടിപ്പിടിപ്പിക്കൂ, അതൊക്കെയാണ് അങ്ങനത്തെ ഉള്ള ഏജ് ഗ്രൂപ്പിന് കാണേണ്ടത്. വീട്ടിലുള്ള അമ്മമാർക്ക് കാണേണ്ടതൊക്കെ അടിയും പിടിയും ബഹളവും. വീട്ടിലും അടിയാണ്, എന്നാലും ആ സമാധാനക്കേടിൽ നിന്നും നല്ലത് കാണാൻ അവർ ആഗ്രഹിക്കുന്നില്ല, ഈ അടിയും പിടിയും. പക്ഷെ നമുക്ക് പ്രേക്ഷകർ എന്താണോ ആഗ്രഹിക്കുന്നത് അതേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എല്ലാത്തിലും വ്യക്തമായിട്ട് കമന്റുകളിൽ വരുന്നുണ്ട് ഇതിന്റെ അഭിപ്രായങ്ങൾ. ഓരോ അടുത്ത എപ്പിസോഡ് ഗസ് ചെയ്തിട്ട് വരെ കമന്റുകൾ വരാറുണ്ട്. എന്നെ ദുഷ്ടത്തി, അഹങ്കാരി, ഭദ്രകാളി എന്നൊക്കെയാണ് ആൾക്കാരുടെ കമന്റബിൾ ആയിട്ടുള്ള, ഇറ്റ്സ് നോട്ട് കമന്റബിൾ കമന്റ്സുകൾ വരുന്നതെല്ലാം. ഈ ഭദ്രകാളി, ഈ ഭദ്രകാളിയെ നിലയ്ക്ക് നിർത്താൻ ഭർത്താവിന് പറ്റില്ലേ? ഭർത്താവ് ഒരു ഹെൻപെക്ഡ് ആയിട്ടുള്ള ഒരു ഭർത്താവിനെ പോലെയാണ് ആൾക്കാർ കാണുന്നത്. പക്ഷെ ഭർത്താവ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഹസ്ബൻഡ്, ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഒരു ഹസ്ബൻഡ്, ഭാര്യ അങ്ങേയറ്റവും ഇഷ്ടമുള്ള, കുഞ്ഞുങ്ങളെ ഇഷ്ടമുള്ള ഒരു ഹസ്ബൻഡ്. പക്ഷേ എൻ്റെ ഒരു ഡോമിനൻസ് കാരണം ആള് ഹെൻപെക്ഡ് ആണോ എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഒരടി അവൾക്ക് കൊടുത്തിരുന്നെങ്കിൽ അവളും മര്യാദ വണ്ടേ നന്നായി. ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സീരിയലിന് ഭയങ്കര നല്ല റിപ്പോർട്ടാണ്. സ്വയംവര പന്തല് സൂര്യയില് ഈ ബിഗിനി ഞങ്ങളിപ്പോ ഇപ്പൊ ഞങ്ങള് ഈ ചാറ്റ് ചെയ്യുന്ന സമയത്ത് 100ാം എപ്പിസോഡാണ്. അതുകൊണ്ട് ആ 100 എപ്പിസോഡും നമ്മൾ ടോപ്പിൽ നിന്നുകൊണ്ടാണ് പൊയ്ക്കൊണ്ട്, ഒരു സമയം പോലും താഴേക്ക് വന്നിട്ടില്ല.
ഒരു നല്ല ഉഗ്രൻ ടീം ഗംഭീര തന്നെയാണ്, ടീമാണ്. ഗംഭീരം. ജിത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടറാണ് ഹീറോ ആയിട്ട് ചെയ്യുന്നത്. കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞൊരു കുട്ടി ഹീറോയിൻ. പിന്നെ നമുക്കറിയാം കൃഷ്ണചന്ദ്രൻ, അതെ, കൃഷ്ണേട്ടനാണ് എൻ്റെ ഹസ്ബൻഡായിട്ട് ചെയ്യുന്നത്. ചെയ്യുന്നത്. കൃഷ്ണേട്ടൻ അറിയാലോ, of course. പഴയ നടനും ഗായകനും ഒക്കെ ആയിട്ടുള്ള. അപ്പം അങ്ങനെ ഒരു നല്ല, പിന്നെ എല്ലാ ആക്ടേഴ്സും ഒന്നിനൊന്നിനും മെച്ചാണ്. അവര് ആ ഒരു ട്രാക്കിലേക്ക് വീണു, അത് വെരി ബിഗിനിങ് തന്നെ വീണു. തീർച്ചയായും. അപ്പം അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി. അപ്പൊ എന്തായാലും മാം, ഇത് ഇപ്പൊ 100 എപ്പിസോഡായി. ഇത് 1000 ആവട്ടെ, 2000 ആവട്ടെ, ഇത് ഈ ഒരു ടീം ഇതേപോലെ തന്നെ നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ എല്ലാവരുടെയും മനസ്സിൽ ഇത് തറഞ്ഞിരിക്കും. അതെ അതെ, ഒരൊറ്റ കാര്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് നിർത്തുകയാണ്. പിന്നെ മാം, നമ്മൾ ചില പാട്ടുകൾ നമ്മൾ പണ്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചില സിനിമകൾ പണ്ട് കാണുമ്പോൾ അന്ന് നമുക്ക് ചിലപ്പോൾ പലതും ഒരുപാട് നല്ലത് ചുറ്റുമുള്ളതുകൊണ്ട് നമ്മൾ അതിനധികം വാല്യൂ കൊടുക്കില്ല. തിരിച്ച് കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ കമ്പാരിറ്റീവ് വരുമ്പോൾ ഇപ്പോഴത്തെ ഇത് വെച്ചൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ അന്ന് എത്ര നല്ല സിനിമകൾ, എത്ര നല്ല പാട്ടുകളായിരുന്നില്ല, നമ്മളതൊന്നും അന്ന് വിലയുണ്ടായിരുന്നില്ല. അതേപോലെയാണ് പല ആർട്ടിസ്റ്റുകളും. ഞാൻ പണ്ട് തൊട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പലരും നമ്മളെ വിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ മാഡത്തിന് തോന്നുന്നുണ്ടോ കൂടെ വർക്ക് ചെയ്തതിൽ നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിക്കാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് കഴിവുള്ള ആളുകൾ ഉണ്ടായിരുന്നു? ഓഫ് കോഴ്സ് കുറേ പേരുണ്ട്, അങ്ങനെ പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് പേരുണ്ട്. അത് എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി ചില ഓരോരുത്തർ പുതിയ പുതിയ ആൾക്കാർ വരുമ്പം എല്ലാം ഡിപ്പെൻസ് ആണ്. ഒരു പ്രൊഡക്ഷന് ഒരു ആക്ടർ എങ്ങനെയാണ് എന്നുള്ളതും കൂടെ അവർ നോക്കും. ഒരു എമൗണ്ടിൻ്റെ പേരിലാണെങ്കിലോ എന്തെങ്കിലും. അപ്പം അങ്ങനെയൊക്കെയാണ് ഒരുപാട്. ഇപ്പോൾ പുതിയ ആൾക്കാരൊക്കെ വരുമ്പോൾ, പുതിയ പുതിയ ടീമുകളൊക്കെ വരുമ്പോൾ അവർക്കൊന്നും പൈസ അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇതല്ല. അവർക്ക് എങ്ങനെയെങ്കിലും ഇൻഡസ്ട്രിക്കകത്ത് വർക്ക് ചെയ്യുക, കയറുക, അങ്ങനെയൊക്കെ ഉള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറഞ്ഞ മാതിരി അല്ല, ചിലർ ഭയങ്കര ഡിമാൻഡബിൾ ആയിട്ടുള്ളവരുണ്ട്. ഞാൻ പറയുന്നത് കുറേയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ വളരെ നോൺ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, ഉപയോഗിക്കപ്പെടാത്ത കുറച്ച് വലിയ നോൺ ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവരും ഈ പറഞ്ഞ പോലെ ഇപ്പോഴും കുറച്ച് ഡിമാൻഡബിൾ ആയിട്ട് ഇരിപ്പുണ്ട്. അവർ ആക്ടറാണ് എന്നുള്ളൊരു ഇത് പ്രൊഡക്ഷന് ചിലപ്പം അത് അയ്യോ അത് പിന്നെ അത് മാത്രമല്ല, അത് കുറേ കണ്ടതല്ലേ, അങ്ങനെ ആകാം. ഇല്ലെങ്കിൽ അവർ പൈസ ചോദിക്കുന്നു, ഇവർ പൈസ ഒന്നും ചോദിക്കുന്നില്ലല്ലോ, കുറച്ചെന്തെങ്കിലും കൊടുത്താൽ മതി. അങ്ങനെ ഉണ്ടല്ലോ, ഓഫ് കോഴ്സ് ഉണ്ടാവുമല്ലോ. അവരുടെ പ്രൊഡക്ഷൻ സൈഡ് അവരും നോക്കണ്ടേ, അവരുടെ ഒരു പ്രോഫിറ്റബിൾ ഏരിയയും കൂടെ നോക്കണ്ടേ. അങ്ങനെയും പലരും യൂസ്ഡ് ആവാതെ ഇരിപ്പുണ്ട്. പക്ഷേ എനിവേസ് ഞാനിപ്പോ പറയാണ്, ഐ ആം ആൻ അണ്ടർ റേറ്റഡ് ആക്ട്രസ്. ഞാൻ എന്നെ പറയാണ്, എന്നെ യൂസ്, അതാണ് ഞാൻ പറഞ്ഞത്, അണ്ടർ റേറ്റഡ് ഇൻ ദ സെൻസ് എന്നെ യൂസ് ചെയ്തിട്ടുള്ള സിനിമ ഇൻഡസ്ട്രി. അതാ ഞാൻ ഞങ്ങൾ പറയും. ഇപ്പോഴത്തെ പല സിനിമകളിൽ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് പല ചേട്ടത്തി ക്യാരക്ടറുകൾ. അങ്ങനെ ഇങ്ങനെയൊക്കെ ചേട്ടത്തിയൊക്കെ ക്യാരക്ടർ വന്നാൽ വലിയ സംഭവം. കാരണം കുടുംബ ചിത്രങ്ങൾ വരാറില്ല, വളരെ റയർ ആയിട്ടാണ് വല്ലപ്പോഴും എവിടെ എവിടെയെങ്കിലൊക്കെ കിട്ടുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോഴും ഞാൻ എന്നും കുറേ അതങ്ങനെ ആയതാണോ അതിപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുകയാണ്. വൈ ഞാനൊരു അണ്ടർ റേറ്റഡ് ആക്ടർ ആയത്? വൈ എല്ലാം മാറി വരും, എല്ലാം മാറി തെളിഞ്ഞ് തിരിച്ചു വരും. അപ്പൊ എന്തായാലും എനിവേസ് ഇത്രയൊക്കെ പോയി 10-35 വർഷമായിട്ട് ഈ ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര തലമുറകൾ മാറി, ഇൻഡസ്ട്രി മാറി. അതുകൊണ്ട് ഹാപ്പിയാണ്. എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നുമില്ല. പിന്നെ ഈ ഭഗവാൻ ഞാൻ ആഗ്രഹിച്ചതൊന്നും അല്ല എനിക്ക് തന്നിട്ടുള്ളത്. എല്ലാം ഭയങ്കര വ്യത്യസ്തപ്പെട്ട സംഭവങ്ങളാണ് എനിക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ നമ്മുടെ ടിവിയുടെ പുറകിൽ എത്തി നോക്കിയ കാലഘട്ടത്തിൽ നിന്നും നമ്മൾ തിരിച്ചത് ഇവിടെ പ്രസന്റ് സിറ്റുവേഷനിൽ എത്തിയിരിക്കുകയാണ്. നിറഞ്ഞ സദസ്സിൽ കയ്യടിയോടുകൂടി മുമ്പോട്ട് പോകാൻ പറയുന്ന പോലെ തന്നെ ആളുകളെല്ലാം ഏറ്റെടുത്ത് ലോകത്തുള്ള എല്ലാ മലയാളികളും എന്നും ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് ഉയരട്ടെ. ഇനിയും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.